ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകില്ല. അത് കേട്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഒരു സന്തോഷം ഉണ്ടായി കാണൂലേ? അങ്ങനെ സന്തോഷമുണ്ടാകുന്നു എന്ന ഒരു തോന്നലിൻ്റെ പ്രയോഗവൽക്കരണം കൂടിയാണ് നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇലക്ഷൻ പ്രചരണ രംഗത്ത് നടത്തിയ ആ പ്രസ്താവന. നമ്മൾ സാധാരണ ചില അപ്പാപ്പന്മാരെ കുറിച്ച് പറയുമല്ലോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒറ്റ ഒരുത്തനും രക്ഷപ്പെടരുത് എന്ന് വാശി പിടിക്കുന്ന ചില മർക്കടമുഷ്ടിക്കാരായ കുടുംബനാഥന്മാരുണ്ട് ചില വീടുകളിൽ. ഉള്ള സ്വത്തും മക്കൾക്ക് പങ്കുവെച്ച് കൊടുക്കില്ല, ഒന്നിനും ഒരു തീർപ്പാക്കില്ല, വീടും പണിയൂല്ല, ഒന്നിനും അടുക്കുകയും നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അമ്പിനും വില്ലിനും അടുക്കാത്ത ചില ആളുകളെന്ന് പറയാറില്ലേ. അതിൻ്റെ വേറൊരു രൂപമാണ് ഈ മുസ്ലിങ്ങളുടെ മേൽ കടന്നാക്രമിച്ചുകൊണ്ട് എപ്പോഴും പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിജിയുടെ ഒരു ഭാവം. അദ്ദേഹത്തെ മുസ്ലിങ്ങൾ വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അദ്ദേഹത്തെ ഏതെങ്കിലും മുസ്ലിങ്ങൾ ഇലക്ഷന് തോൽപ്പിച്ചോ? ഇല്ല. ജയിപ്പിച്ചോ? ഇല്ല. പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഭീഷണിയുണ്ടോ മുസ്ലിങ്ങളിൽ നിന്ന്? ഒന്നുമില്ല. എന്നാലും അത് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ പണ്ട് ചില പ്രത്യേകതരം രോഗങ്ങളുള്ളവർ ചില സവിശേഷമായ ചികിത്സ തേടുന്ന കഥകളൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ. അതുപോലെയുള്ള ഒരു സുഖം അനുഭവിക്കുന്ന കുറച്ച് ഇന്ത്യക്കാരെങ്കിലും ഇനിയുമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അവരെ കൈകാര്യം ചെയ്ത് കളയും എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ സൃഷ്ടിപരമായി പറയേണ്ടതെന്താ? ഞാൻ ഈ സമൂഹത്തിൽ ദുർബലരായ, ഇനി അദ്ദേഹം പറഞ്ഞുകൂടെങ്കിലും പറയുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കടത്തി പറഞ്ഞോ, ദുർബലരായ ഹിന്ദുക്കൾക്ക് മുഴുവൻ സംവരണം കൊടുക്കും, ഹിന്ദുക്കളെ മുഴുവൻ രക്ഷപ്പെടുത്തും, ഹിന്ദുക്കൾക്ക് മുഴുവൻ വീട് വെച്ച് കൊടുക്കും, ഹിന്ദുക്കൾക്ക് മുഴുവൻ കക്കൂസ് വെച്ച് കൊടുക്കും. അങ്ങനാണെങ്കിൽ തന്നെ നമ്മുടെ രാജ്യം എന്തൊരവസ്ഥയിലേക്ക് മാറും? 70-75% ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ആയാൽ ആ രാജ്യം ഒരു സ്വർഗമല്ലേ? അതല്ലേ പറയേണ്ടത്. അതിന് പകരം 10-15% ഉള്ള ആളുകളെ കംപ്ലീറ്റ് ഇല്ലാതാക്കി കളയും. ഈ അടുത്ത ദിവസം എനിക്കൊരു സുഹൃത്തൊരു ചിത്രം അയച്ചു തരുന്നു. ഈ നോമ്പ് സമയക്കാലത്ത് നോമ്പ് തുറക്കുമ്പോൾ ഡൽഹി ജുമാ മസ്ജിദിന് മുമ്പിലുള്ള ദൃശ്യങ്ങളാണ്. അതായത് പ്രധാനമന്ത്രി പറഞ്ഞ മുഴുവൻ സ്വത്തുക്കളും അതിൻ്റെ അവകാശവും വീതിച്ച് നൽകിയ സമുദായത്തിൽപ്പെട്ട ഒരു 10-80% വരുന്ന ആളുകൾ ഈ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണപ്പൊതിക്ക് വേണ്ടി ഉത്തരേന്ത്യയിൽ ക്യൂ നിൽക്കുക. അപ്പോൾ അവർ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഒരു 10-15% രാമക്ഷേത്രം പണിഞ്ഞ വിഭാഗത്തിൽപ്പെടുന്നവരുമുണ്ട്. അവരും ഇതുപോലെ തെരുവിലൂടെ നടക്കുകയും കടത്തിണ്ണയുടെ അടിയിൽ കിടക്കുകയും ഒരു പട്ടിക്ക് കിട്ടുന്ന ജീവിതത്തിനേക്കാൾ അത്രയും പോലും കിട്ടാതെ തെരുവിൽ നടക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ ഇവരെ രക്ഷപ്പെടുത്തുമെന്നല്ലേ പറയേണ്ടത്, മറ്റോനെ അടിക്കുമെന്ന് പറയുന്നതിനേക്കാൾ. പക്ഷേ എന്താണ് പ്രധാനമന്ത്രി അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അത് കേൾക്കുമ്പോൾ സുഖമുള്ള കുറച്ച് പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ്. നമ്മുടെ കാസയെ പോലൊക്കെ അവർക്ക് കൊടുക്കത്തില്ല എന്ന് പറയുമ്പം ഞങ്ങൾക്ക് 5-6 അടി കിട്ടിയാലും വേണ്ടിയില്ല, മറ്റേത് കേൾക്കാൻ വേണ്ടി കൊതിച്ചിരിക്കുന്നവരുടെ വികാരമാണ് മുതലെടുത്തത്. ഇനി അതിൻ്റെ അടുത്തൊരു ഭാഗം പരിശോധിച്ചാലോ, ഇനി വലുതായിട്ടൊന്നും സംവരണം കൊടുക്കാനൊന്നും കാണത്തില്ല. എല്ലാം വിൽക്കുകയല്ലേ. എയർപോർട്ട് മൊത്തം കൊടുത്തു, പ്രൈവറ്റൈസ് ചെയ്തു, അവിടെ എന്തോ സംവരണം? ഇനി പറഞ്ഞു കേൾക്കുന്നത് റെയിൽവേ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെന്തോ സംവരണം? സൈന്യത്തിൽ അഗ്നിവീർ എന്ന് പറഞ്ഞിട്ട് താൽക്കാലികക്കാരെ എടുക്കുന്നുള്ളൂ, അവിടെ എന്തോ സംവരണം? അപ്പോൾ ചുരുക്കം പറയുമ്പോൾ ഈ സംവരണം ആർക്കെങ്കിലും കൊടുക്കാനൊന്നും മെച്ചം കാണൂല. ആകെയുള്ള സംവരണം ഈ ഭരണഘടനയിൽ നമ്മുടെ അംബേദ്കർജി എഴുതി വെച്ച ആ സംവരണം ഉണ്ടല്ലോ, ചില പട്ടികജാതി മണ്ഡലങ്ങൾ അല്ലെങ്കിൽ പിന്നെ പട്ടികവർഗ മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുന്ന സംവരണമേ മിച്ചം ഉണ്ടാവുള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങ് ആയിത്തീരുമ്പോൾ ഈ സംവരണം എന്നൊക്കെ പറഞ്ഞ് അവിടെയാണ് ഉത്തരേന്ത്യയിലെ ആളുകളുള്ളത്. ഒന്നുമില്ല. അവർക്കെല്ലാം ഈ പശുവും ആടും കോഴിയും തെരുവും പാലത്തിൻ്റെ അടിയിലും പൈപ്പിലുമാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സംവരണം പോകുന്നേ എന്ന് കേൾക്കുമ്പോൾ ഒരു ബഹളവും ഒച്ചയും ഒന്നും ഉണ്ടാക്കണ്ട. എന്തെങ്കിലുമൊക്കെ വൈരാഗ്യമോ എന്തെങ്കിലുമൊക്കെ ഉള്ളിലുള്ള ഈ കനലുകളോ കത്തിച്ചെടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ പ്രചരണം കാണുമ്പോൾ എന്താ പറയുക?